ഈമാനെ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാതിരുന്നാൽ അവിടെ ഈമാൻ ഉണ്ടാവും, പക്ഷേ ആ ഈമാനിക്ക് വളർച്ച ഉണ്ടാവില്ല. ഒരു വെളുക്ക് എത്തിച്ചേച്ച് അതിലൊരു തിരിവ് വെച്ചു, അതിന് വേണ്ട കുപ്പിയൊന്നും വൃത്തിയാക്കിയില്ലെങ്കിൽ പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ വെളിച്ചം ഉള്ളിൽ പുറത്തേക്ക് കാണില്ല. ഇതുപോലെയാണ് ഇപ്പം നമ്മളൊക്കെ ഉള്ള ഹൃദയം. അതാണ് പറഞ്ഞത്, പിന്നെ യസീറു ജരീനൻ ഫീബത്തിനി ഷഹവാത്തി വൽ വയ്യി വല്ലലാൽ, തമ്മാടിത്തരം ദുർമാർഗം തടിൻ്റെ ഇച്ഛകളാവുന്ന വൃത്തികേടുകൾക്കുള്ളിൽ ഒരു ചാപ്പിള്ളയായിട്ട് ഹൃദയം നിൽക്കും. അങ്ങനത്തെ ഹൃദയമാണ് നമ്മൾക്കൊക്കെ ഉള്ള ഹൃദയം. എന്നാൽ വേറെ ചില ഹൃദയമുണ്ട്, വഖൽബുൻ മുലിദ വഖറജ ഇലാ ഫളാഇ തൗഹീദ് വഅല്ലഖ ഫീ സമാഇൽ മഅരിഫ. ചില ഹൃദയം അത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ, അള്ളാഹുവിൻ്റെ ഔലിയാവിനൊക്കെയുള്ള ഹൃദയമാണ്. അത് അള്ളാഹുവിൻ്റെ തൗഹീദിനെ പറ്റി ശരിക്കും മനസ്സിലാക്കി, അറിവിൻ്റെ ആകാശങ്ങൾ അവർ കീഴടക്കി. അങ്ങനത്തെ ഒരു ഹൃദയമുണ്ട്, അത് മഹാന്മാർക്ക്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഹൃദയത്തിൽ ഈമാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഈമാനിനെ പോഷിപ്പിക്കണം നമ്മൾ. ആ പോഷിപ്പിക്കാൻ ആവശ്യമാവുന്ന പ്രവൃത്തികളെന്താ? യാ അയ്യുഹല്ലദീനാമനു, യാ അയ്യുഹല്ലദീനാമനു, യാ. ഖുർആനിൽ ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈമാനിനെ വർദ്ധിപ്പിക്കാൻ ആവശ്യമാവുന്ന ഇത്യാദിയുള്ള അമലുകളൊക്കെ ചെയ്യണം. ഈമാനിൻ്റെ വർദ്ധനവിന് തടസ്സപ്പെടുത്തുന്ന എന്ന സംഗതികളെ തൊട്ടുകൾ ഒഴിഞ്ഞിരിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാം. അങ്ങനെ നമ്മളെ ഈമാനിനെ വളർത്തിയെടുക്കാനും ഓരോരുത്തരും ശ്രമിക്കണം. നിങ്ങളൊക്കെ ഈമാൻ കേടുവരരുത്, അതിനു വേണ്ടിയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ നിലകൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ കേരളത്തിൽ ഇവിടെ ഉണ്ടായതുകൊണ്ട് സമസ്തൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ് നമ്മളൊക്കെ ഇന്നലേക്ക് എത്താനുള്ള കാരണം. നമ്മളെ കുട്ടിപ്രായത്തിൽ നമ്മളെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ 100ഓളം വർഷമായി. നമ്മളെ വാപ്പാരൊക്കെ നമ്മൾ മദ്രസ് കൊണ്ടാക്കി. അവിടുന്ന് ദീനിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അത് നമ്മൾ പഠിച്ചാണ്. പിന്നെ അതിനോട് ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതുകൊണ്ട് നമ്മളെ ഹൃദയത്തിലേക്ക് ആദ്യമായി വന്നത് ഇങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് അതിന്മേൽ നമ്മൾ നിന്ന് പോരുകയാണ്. അപ്പോൾ അതുകൊണ്ട് സമസ്തനാരും ചെറുതാക്കി കാണരുത്. അതാണ് ഞാൻ എല്ലാവരോടും പറയാനുള്ളത്. അത് മഹാന്മാരുണ്ടാക്കിയതായ ഒരു സംഘടനയാണത്. അതൊരു വലിയ സംഘടന തന്നെയാണ്. അപ്പോൾ അതിന് ചെറുതാക്കാനോ നശിപ്പിക്കാനോ ഇങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതിൻ്റെയൊക്കെ തിക്തഫലം അത് അനുഭവിച്ചേ ഇരിക്കും, യാതൊരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘടനയെ എല്ലാ ഷർറുകളിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇതിനെ അള്ളാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഇതിനെതിരിൽ വരുന്നതായ എല്ലാ ദുഷ്കരങ്ങളുടെ ഷർറുകളെ തൊട്ടും അള്ളാഹു ഈ സംഘടനയെ കാത്തു രക്ഷിക്കട്ടെ. നമുക്കൊക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന മഹത്താവുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ആജ്ഞകളും അതിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുകൊണ്ടിട്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കൊക്കെയുള്ള ഈമാൻ അള്ളാഹു സലാമത്തിലാക്കി തരട്ടെ. മഹാന്മാരോട് കൂടെ അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി തരട്ടെ. നമ്മൾ ആഖിറം അള്ളാഹു ഇസ്സത്തിലാക്കി തരട്ടെ, വിജയത്തിലാക്കി തരട്ടെ. നിങ്ങൾ ഇതുപോലുള്ള SKSF എന്ന് പറഞ്ഞിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ശക്തമായ പോഷക സംഘടനകളിൽപ്പെട്ടൊരു സംഘടന തന്നെയാണ്. അത് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ കേരളേതര സ്റ്റേറ്റുകളിലും ഇന്ത്യൻ്റെ പുറത്തുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ലണ്ടനിലൊക്കെ വലിയ പ്രവർത്തനമാണെന്നാണ്. ഇന്നൊരുപാട് പ്രാവശ്യം വിളിക്കൽ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട്. ഞാൻ പിന്നെ അത്ര അധികം യാത്ര ചെയ്യാനുള്ളൊരു മടിയോട്. ഇപ്പം മിഞ്ഞാന്ന് അവിടുന്ന് കുറേ കുട്ടികൾ വന്ന് വിളിച്ചിരുന്നു, ലണ്ടനിലും ഒന്ന് വരണ ഒരു പരിപാടി പങ്കെടുക്കണം. ഞാൻ യാത്രൻ്റെ ദൈർഘ്യം വരുന്നതുകൊണ്ട് പോകാതിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് വളരെ ശക്തമായ നിലക്ക് ഇന്ത്യൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയും അതിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് കേരളം അല്ലാത്ത മറ്റിതര സ്റ്റേറ്റുകളിലേക്ക് അതിൻ്റെ പ്രവർത്തനത്തിനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കർണാടകയിൽ മുമ്പേ തന്നെ ഉണ്ട്. ഇനി കർണാടക അല്ലാത്ത തമിഴ്നാടും അല്ലാത്ത പല ഭാഗങ്ങളിലേക്കും അതൊക്കെ വ്യാപിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ആ നിലക്ക് ഈ സംഘടനയുടെ ഏറ്റവും ഒരുപാട് പോഷക സംഘടനകളുണ്ട്. സമസ്ത 15ഓളം പോഷക ഓരോ പോഷക സംഘടനകൾക്കും ഒരുപാട് പോഷക സംഘടനകളുണ്ട്. അതിൽപ്പെട്ട ഒരു പോഷക സംഘടനയാണ് SKSF. SKSFിന് ഒരുപാട് പോഷക സംഘടനകളുണ്ട്. അതിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായ നിലക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളും അതിൻ്റെ വിശ്വാസങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശക്തമായ നിലക്ക് സമസ്തൻ്റെ ഒപ്പം നിന്നും കൊണ്ട് പ്രവർത്തിക്കുന്ന
പോഷക സംഘടനകളാണ് എല്ലാം അതിൽപ്പെട്ട ഒരു പ്രധാന പോഷക സംഘടനയാണ് SKSF-ന്റെ ഈ കുട്ടികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ നിന്നും കൊണ്ട് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവരുടെ എല്ലാ ഖിദ്മത്തിനെയും അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ഇപ്പോൾ വയനാട് പോലത്തെ ദുരന്തങ്ങളിലൊക്കെ ഒരു ഫോട്ടോത്തിന് വേണ്ടി ഷോ ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ SKSF-ന്റെ വീക്കായ അങ്ങോട്ട് പോയത്. അവർ ഫോട്ടോ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അവരെ പഠിപ്പിച്ച ഒരു തിയറി ഉണ്ട്, ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാറ്. ആ നിലക്ക് അവരവിടെ പ്രവർത്തിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഒരു വലിയ സഹായത്തിൻ്റെ ഒരു ഭാഗപ്പട വിതരണം ചെയ്തു. ഏകദേശം 700ഓളം കുടുംബങ്ങൾക്ക് 40 മിനിറ്റ് കൊണ്ടാണ് വിതരണം ചെയ്തത്. 4-5 ഞാനവിടെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് വിതരണം ചെയ്തു. ബാക്കി 40 മിനിറ്റ് കൊണ്ട് ആ പറഞ്ഞ എല്ലാവർക്കും അവിടുന്ന് വിതരണം ചെയ്തു. 10,000 രൂപ വീതം ഓരോരുത്തർക്കും കൊടുത്തു, ഈ എഴുന്നൂറിൻ്റെ അടുത്തുള്ള ആളുകൾക്ക്. അപ്പം ഇനിയും അവിടെ മറ്റു പല സംഗതികളും സമസ്ത ചെയ്യാൻ പോവാണ്. സമസ്തക്ക് ഈ വകുപ്പിൽ കിട്ടിയ പൈസ അത് അവിടെ തന്നെ ചിലവാക്കും. അത് സമസ്തയുള്ള ജമിയത്തുൽ ഉലമ പിന്നെ ആരോ വാട്സപ്പിൽ ചെയ്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു, ജിഫീതകൾ വർദ്ധിക്കണേ, മറ്റോടത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. അങ്ങനെ പൊള്ളു പലർക്കും എഴുതാലോ. ഇപ്പോൾ എല്ലാവർക്കും എഴുതാനിപ്പോൾ ഒരാളുണ്ടല്ലോ, ഞാൻ അവൻ എന്നെ പറ്റി ഇങ്ങനെ എഴുതാണ്. കാരണം ഞാൻ എൻ്റെ അടുത്ത് ഈ ഫോൺ മാത്രമേ ഉള്ളൂ, ഈ ചെറിയ ഒരു ഫോണുള്ളൂ, വേറെ വലിയ ഫോണില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാം മൂപ്പർ ഇതൊന്നും അറിയില്ല. പക്ഷെ ഞാൻ അതൊക്കെ അറിയുന്നുണ്ട്, അത് വേറെ സംഗതി. ഇതിനെതിരിൽ എനിക്ക് പണിയെടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല, ഞാൻ അതിനൊന്നും ചെയ്യണില്ല. ഇതിനെ ശംസുലമോ അറിയില്ലുണ്ട്, പറയണവനൊക്കെ പറയട്ടെ, അവൻ്റെ വല്ല നന്മയുണ്ടെങ്കിൽ എനിക്ക് കിട്ടിക്കോളും, മൂപ്പർക്ക് കിട്ടിക്കോളും. അത് എനിക്കും പറയാനുള്ളൂ. വല്ല നന്മ ഉണ്ടാവില്ല, അതാണ് ഇപ്പോൾ സംഗതി. അവൻ്റെ അടുത്ത് വല്ല നന്മയും വേണ്ടേ, ഈ പറയണവൻ്റെ ഇതെൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിക്കോളും. നമ്മളിപ്പോൾ അവൻ്റെ നന്മയൊന്നും ആഗ്രഹിക്കണില്ല, അത് വേറെ സംഗതി. കാരണം അത് കാത്തുനിന്നിട്ട് കാര്യമില്ല, വല്ലതുണ്ടെങ്കിലല്ലേ. അപ്പോൾ നമ്മൾ സ്വന്തം നന്മ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ട് ശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എഴുതാനും പറയാനൊക്കെ ഒരാളുണ്ടല്ലോ, അത് സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും എഴുതുന്നവർ എഴുതുക, പറഞ്ഞവർ എഴുതുക, തോന്നിയസനം പറഞ്ഞവർ അങ്ങനെ പറയുക, മനസ്സിലായി, ഇല്ലാത്ത പറഞ്ഞവർ അങ്ങനെ പറയുക, പൊള്ളി പ്രചരിപ്പിക്കുന്നവരൊക്കെ പറയുക. ഒക്കെ ആരെ പറ്റിയെന്ന് വെച്ചാൽ ജിഫിരി മുത്തുപോയതങ്ങൾ. ഞാൻ ഇപ്പം എന്ത് ചെയ്തു വെച്ചാൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. സമസ്തൻ്റെ പ്രസിഡൻ്റായിരുന്നു, അത് ചോദിച്ചു വാങ്ങിയതുമല്ല, എല്ലാവരും കൂടി ആക്കിപ്പോയതാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അല്ലാതെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എന്തൊക്കെ ആവട്ടെ. അപ്പോൾ അതുകൊണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഷെറിന്ന് നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഷെറൊക്കെ ഒൽക്കയിലെ മണങ്ങട്ടിയതൊന്നും ഞാൻ പറഞ്ഞില്ല, ജാമീന്ന് പറയണ്ട, ഞാനതൊന്നും പറയണില്ല, അതൊന്നും ഞാൻ ദ്വാരക്കലില്ല, മനസ്സിലായില്ലേ. അപ്പോൾ എനിക്കിപ്പം ഇനി എല്ലാ ചെറുപടി വന്നാലും ഇന്ന് മരിച്ചല്ലേ ഉണ്ടാവുള്ളൂ. അത് ഏതായാലും ഇപ്പം എല്ലാം മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ട്, ഒക്കെ സന്തോഷത്തിലാണ്, മനസ്സിലായി, ഒരു പ്രയാസങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ മരിച്ചാൽ നോക്കിയാൽ മതി. അപ്പം ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടി പറഞ്ഞ് മരിപ്പിച്ചാണ് ഞാൻ അങ്ങനെ മരിപ്പിച്ചോട്ടെ. അപ്പോൾ അതുകൊണ്ട് സമസ്തനാരും കേടെടുത്തരുത്, അതെനിക്ക് പറയാനുള്ളത്. അതൊരു വലിയ നല്ല സംഘടനയാണ്, അതിന് നമ്മൾ വളർത്തണം, അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അതിൻ്റെ 100ാം വാർഷികമൊക്കെ ഒരു സംഭവമാക്കി തീർക്കണം. അതിൻ്റെ നിലനിൽപ്പ്, ദീൻ്റെ നിലനിൽപ്പിന് ഇവിടെ ആവശ്യമാണ്. അതിനു വേണ്ടി സ്ഥാപിച്ച സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഷെറിന്നും നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.